വെട്ടം ടെലിവിഷൻ ജനാധിപത്യം രാഷ്ട്രീയ സംവാദം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജപ്പാൻ സ്ക്വയർ തിരൂർ, ഗ്രേസ് റെസിഡൻസി തിരൂർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്ക് നാടെങ്ങും ഒരുങ്ങുകയാണ്. വേർതിരിവില്ലാത്ത സംവാദമാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നാടിന്റെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ അവസരമൊരുക്കുകയാണ് വെട്ടം ടെലിവിഷൻ. ജപ്പാൻ സ്ക്വയർ ആൻഡ് ഗ്രേസ് റെസിഡൻസി വെട്ടം ടെലിവിഷൻ ജനാധിപത്യം രാഷ്ട്രീയ സംവാദം ആരംഭിക്കുന്നു. ഇന്ന് ജനാധിപത്യത്തിൽ താനാളൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രശ്നങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. താനാളൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രതിനിധികളായി ഇവിടെ എത്തിയിട്ടുള്ളത് LDFനെ പ്രതിനിധീകരിച്ച് വി അബ്ദുൾ റസാഖ്. അദ്ദേഹം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാണ്, CPIMന്റെ നേതാവാണ്. UDFനെ പ്രതിനിധീകരിച്ച് മുഹ്സിൻ ബാബു TPM, അദ്ദേഹം UDFന്റെ പഞ്ചായത്ത് കൺവീനറാണ്. NDA പ്രതിനിധീകരിച്ച് ശ്രീമതി ഗീതാ മാധവൻ BJPയുടെ സംസ്ഥാന സമിതി അംഗമാണ്. ഏവർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ സംവാദത്തെ 3 സെഗ്മെന്റുകളായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ആദ്യ സെഗ്മെന്റിൽ നമ്മുടെ ദേശീയ സംസ്ഥാന രാഷ്ട്രീയ വിഷയങ്ങളെ ഓരോ പ്രതിനിധികളും 5 മിനിറ്റ് വിലയിരുത്തും. രണ്ടാമത്തെ സെഗ്മെന്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്നിട്ടുള്ള വികസന പ്രശ്നങ്ങളെ ഇഴകേറി പരിശോധിക്കുന്ന സമയമാണ്. ആ സമയത്ത് അത്തരം നിലപാടുകൾ ഓരോ മുന്നണികളും അവതരിപ്പിക്കും. മൂന്നാമത്തെ സെഗ്മെന്റിൽ ഇനി അധികാരത്തിൽ വന്നാൽ നാൾവഴികളിൽ ഓരോ മുന്നണിയും നടത്താൻ പോകുന്ന വികസന കാര്യങ്ങൾ, അവരുടെ ഭാവി കാര്യങ്ങൾ ഓരോ മുന്നണിയുടെ പ്രതിനിധികളും അവതരിപ്പിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ സംവാദത്തെ ക്രമീകരിച്ചിട്ടുള്ളത്. ആരംഭിക്കുകയാണ്. ആദ്യമായി നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ വി അബ്ദുൾ റസാഖാണ്, LDFന്റെ പ്രതിനിധി. ശ്രീ റസാഖ്, നമ്മുടെ നാട്, നമ്മൾ മലയാളികൾ ഓരോ അന്തർദേശീയ വിഷയങ്ങളെ ഉൾപ്പെടെ രാഷ്ട്രീയ പ്രശ്നങ്ങളെ ഉൾപ്പെടെ സാഹൂതം വീക്ഷിക്കുന്നവരും അഭിപ്രായം രേഖപ്പെടുത്തുന്നവരുമാണ്. ആ നിലയ്ക്ക് ഒരു രാഷ്ട്രീയ സംവാദത്തിൽ ദേശീയ സംസ്ഥാന വിഷയങ്ങൾ പരാമർശിക്കാതെ നമുക്ക് കടന്നു പോകാൻ കഴിയില്ല. കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ രാഷ്ട്രീയ നിലപാടുകളെ പരിശോധിച്ചുകൊണ്ട് താങ്കളുടെ മുന്നണിയുടെ, താങ്കളുടെ പാർട്ടിയുടെ ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ 5 മിനിറ്റിനകത്ത് രേഖപ്പെടുത്തും. പ്രിയമുള്ളവരെ, നമുക്കറിയാം രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനമാകെ തകർക്കുന്ന നിലപാടുമായിട്ടുള്ള NDA മുന്നണി രാജ്യം ഭരിക്കുന്ന കാലഘട്ടമാണ്. ഒരു രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനം തകർക്കുക എന്നുള്ളതിൽ എല്ലാ മേഖലകളിലും ഇവരുടെ നിലപാട് സ്വീകരിച്ചു വരികയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഗവർണർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സംസ്ഥാന സർക്കാരുകളെ നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള നടപടികൾ ആരംഭിക്കുന്നു. ഞാൻ അതിലേക്ക് കൂടുതലൊന്നും പോകുന്നില്ല. നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ഏറ്റവും അവസാനം ഇന്നലെ സുപ്രീം കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണമൊക്കെ ഉണ്ട്. കൂടുതൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഗൂഢലക്ഷ്യം. പൗരത്വ ഭേദഗതി ബില്ലാണെങ്കിലും ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന SIR ആണെങ്കിലും ഒക്കെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾ വളരെ ബേജാറോടുകൂടിയാണ് കാണുന്നത്. അത് വെറും ഒരു ബേജാറായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. നടപ്പിലാക്കിയിട്ടുള്ള പ്രദേശങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വെല്ലുവിളി, അതിന് രാജ്യത്താകെ ജനം ചർച്ച ചെയ്യുന്നതാണ്. സ്വാഭാവികമായും ജനിച്ച നാട്ടിൽ ജീവിക്കുക എന്നുള്ളത് ആ മനുഷ്യൻ്റെ ആഗ്രഹമാണ്, അവൻ്റെ അവകാശവുമാണ്. അപ്പം അതിന് ക്ഷതം പറ്റുന്ന രീതിയിലുള്ള നടപടികളുമായി രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് പോകുമ്പോൾ എത്ര ഭക്ഷണം കഴിക്കാനുണ്ടായാലും, അല്ലെങ്കിൽ അവനവൻ്റെ വീട്ടിൽ മറ്റെന്തൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലും
ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, നമുക്കറിയാലോ, നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിന് ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട്. രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളെയും ഒരേ കണ്ടുകൊണ്ട് ആ സംസ്ഥാനങ്ങളിലേക്ക് നൽകേണ്ടതൊക്കെ കൃത്യമായി നൽകണം. യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്നത്? GST പിരിക്കുന്നുണ്ട്, നമ്മുടെ സംസ്ഥാനം ഉൾപ്പെടെ എല്ലായിടത്തുനിന്നും പിരിക്കുന്നുണ്ട്. പിരിച്ചു കൊണ്ടുപോകുന്ന കാശിൻ്റെ എത്ര ശതമാനം വെച്ചാണ് ഓരോ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നത്? നമ്മുടെ നാട്ടിൽ നിന്ന് വലിയ രീതിയിലുള്ള പിരിവെടുത്ത് നമുക്ക് നൽകുന്ന തുകയുടെ ശതമാനവും ഇതുപോലെ തന്നെ പിരിവെടുക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന വിഹിതവും പലതും പല രീതിയിലല്ലേ? അപ്പം കേരളത്തിലെ ഗവൺമെൻറ്റിനെ തകർക്കുക എന്നുള്ളൊരു നിലപാട് ഈ വിഹിതം തരുന്ന കാര്യത്തിൽ നമ്മൾ കാണുന്നില്ലേ? ഒരു വിഹിതം തരൽ മാത്രമാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ 2-3 പ്രളയങ്ങൾ കടന്നുപോയി. ആ പ്രളയ സമയത്തൊക്കെ നമ്മുടെ സംസ്ഥാനത്തോട് ചെയ്ത നിലപാടെന്താണ്? ഏറ്റവും അവസാനം നമുക്കറിയാം വയനാട് ഉണ്ടായിട്ടുള്ള അപകടം. അതുമായി ബന്ധപ്പെട്ട് ബഹുമാന്യനായ നമ്മുടെ പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചെങ്കിലും നമ്മൾക്കൊക്കെ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷകൾക്കനുസരിച്ചാണോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നിലപാടുകൾ വന്നത്? ഒരുപക്ഷെ രാജ്യത്തെ പരമോന്നത നീതിപീഠം ഉൾപ്പെടെ വളരെ വലിയ രീതിയിൽ ഇതിനകത്ത് ഇടപെടുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഈ സംസ്ഥാന സർക്കാരിനെയോ ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെയോ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞു. അപ്പം കേരളത്തിലെ ജനങ്ങളോട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചില സംസ്ഥാന സർക്കാരുകളോട് മാത്രം ഒരു പ്രത്യേക നിലപാട് സ്വീകരിക്കുന്നു. ആ നിലപാട് ഒരിക്കലും ഒരു രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ്റിന് പറ്റിയ രീതിയിലുള്ള ഒന്നാണോ? നമുക്കൊരു പ്രളയകാലത്ത് നമ്മുടെ നാട്ടിലേക്ക് നൽകിയിട്ടുള്ള അരിക്ക് പോലും പിന്നീട് കാശ് പിടിച്ചുവെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തിനേറെ, പ്രധാനമന്ത്രി നമ്മുടെ നാട് വന്നിട്ടുള്ള വിമാനത്തിൻ്റെ കാശ് പോലും നമ്മുടെ നാട്ടിൽ നിന്ന് കൊടുക്കണം എന്ന നിലപാടിലേക്കാണ് എത്തി. അവസാനം അതിൽ കോടതിയൊക്കെ ഇടപെട്ടുപോയി. എന്താണ് ഈ കാണിക്കുന്നത്? എന്താ കേരളത്തിലെ ജനങ്ങൾ ഒരു പ്രത്യേക ഗ്രേഡ് കുറഞ്ഞ ആളുകളാണോ? അല്ലല്ലോ. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒരുപോലെ കാണേണ്ട സാഹചര്യമില്ലേ? വിവിധ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകുന്ന തുക പിടിച്ചു വെക്കുന്ന സാഹചര്യം ഉണ്ടാവുക. അതാണല്ലോ നമ്മൾ ഈ ആരോഗ്യരംഗത്ത് ആയുഷ്മാൻ ഭവയിലൊക്കെ കണ്ടത്. എത്ര സുന്ദരമായ രീതിയിലാണ് കേരളത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. എന്നാൽ ആ കേന്ദ്രങ്ങളിലൂടെ ജനകീയമായിട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളെ തകർക്കുന്ന രീതിയിൽ ചില നിബന്ധനകളല്ലേ ആയുഷ്മാൻ ഭവയുമായി ബന്ധപ്പെട്ട് വെച്ചത്? ഏറ്റവും അവസാനം നമ്മൾ കണ്ടല്ലോ വിദ്യാഭ്യാസ മേഖലക്കകത്ത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ളതൊക്കെ. എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? സാധാരണക്കാരൻ്റെ മക്കൾ പഠിക്കുന്ന പൊതുവിദ്യാലയത്തിൽ 2 രീതിയിലാണ് യൂണിഫോം നമ്മൾ നൽകുന്നത്. കേന്ദ്ര ഫണ്ടോടുകൂടി ചെയ്യുന്നതുണ്ടല്ലോ, ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾ കാണല്ലോ അത് നൽകുന്നതിന് വലിയ പ്രയാസം ഉണ്ടാക്കിയില്ല. ഒരു വിദ്യാലയത്തിൽ തന്നെ ചില കുട്ടികൾക്ക് ലഭ്യമാവുകയും ചില കുട്ടികൾക്ക് ലഭ്യമാവാത്ത സാഹചര്യം വരിക. ഏറ്റവും കൂടുതൽ ലഭ്യമാവേണ്ട ഏറ്റവും അർഹതയുള്ള കുട്ടികൾക്ക് കാശ് കിട്ടാതെ വരുമ്പോൾ ആ കുടുംബത്തെ സംബന്ധിച്ച് എന്താണ് ഒരു പ്രയാസകത? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടല്ലേ അത്തരത്തിലുള്ള പ്രശ്നം നമുക്കുണ്ടായത്? അപ്പോൾ തത്വത്തിൽ നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ്റിനെ തകർക്കുക എന്നുള്ളൊരു നിലപാട് മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെ ആകെ തകർക്കുന്നു. ഞാൻ ഓരോന്ന് പറയേണ്ടതുണ്ടോ? ഓരോന്നും തകർക്കില്ല. എന്താ പറയുന്നത്? കേരളത്തിലാകെ ക്ഷേമ പെൻഷൻ കൊടുക്കാനാണ് കാശൊക്കെയെന്ന്. അത് ചില്ലറ കാര്യമാണോ? ഈ ക്ഷേമ പെൻഷൻ കൊണ്ട് ജീവിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ടല്ലോ. ഇപ്പോൾ ഈ വാർദ്ധക്യകാല പെൻഷൻ 2 രീതിയിലാണ്. കേന്ദ്രത്തിൻ്റെ ഫണ്ടോട് കൂടിയുള്ളതുണ്ട്. അവർക്ക് എത്ര കാശാണ് കിട്ടുന്നത്? എത്ര പൈസ കൊടുക്കാൻ കഴിയുന്നത്? അപ്പോൾ ക്ഷേമ പെൻഷൻ മേഖല ആകെ തകർക്കുന്നു. കേരളത്തെ ആകെ തല്ലി തകർക്കുന്ന നിലപാടുണ്ടാവുന്നു. ആവശ്യമില്ലാത്ത അന്വേഷണങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഇതാണ് വലിയ കാര്യം എന്നുള്ള രീതിയിൽ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കഴിയും. ഇപ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീണ്ടും മസാല കൊണ്ടുവന്നിരിക്കുക. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഓരോന്ന് കൊണ്ടുവരും. അത് കഴിഞ്ഞാൽ എന്തൊക്കെ അന്വേഷണങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിയത് ഈ നാട്ടിൽ? എത്ര വട്ടാണ് അന്വേഷണം നടത്തിയത്? ഇതൊക്കെ നടത്തുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട UDF ആളുകൾ എന്താ ചെയ്യുന്നത്?
അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഇതിപ്പോൾ മകൻ മരിച്ചിട്ടായാലും വേണ്ടിയില്ല, മരുമകളെ കണ്ണീരൊന്ന് കാണട്ടെ എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ്റിനെ തകർക്കുന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ അതിനെതിരെ ഒരു വാക്കുപോലും ഉരിയാടാതെ അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോവുകയാണ്. വ്യക്തമാണ് ശ്രീ റസാഖ് താങ്കളുടെ അഭിപ്രായം. ഒരേ സമയം കേന്ദ്രം ഭരിക്കുന്ന NDA സർക്കാർ വിഭജിച്ച് ഭരിക്കുക, അല്ലെങ്കിൽ തങ്ങളുടെ കീഴിലുള്ള ജനങ്ങളെ ഒരേപോലെ കാണാതെ, രാജ്യത്തെ ജനതയെ ഒരേപോലെ കാണാതെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ ശ്രമിക്കുന്നു എന്നും, അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതം കൈമാറാതെ കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുവെന്നും, അതിന് ബദലായിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിക്കുമ്പോൾ അവർക്കെതിരെ കള്ളക്കേസുകൾ എടുക്കുന്നുവെന്നും, എന്നാൽ അതിന് ചൂട്ടുപിടിക്കുന്ന സമീപനമാണ് പ്രതിപക്ഷമായ UDF ചെയ്യുന്നു എന്നുമാണ് താങ്കൾ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തതായി UDFന്റെ പ്രതിനിധി ശ്രീ മുഹ്സിൻ ബാബു, താങ്കളുടെ സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള UDFന്റെ നിലപാടുകൾ, താങ്കളുടെ പാർട്ടിയുടെ നിലപാട് വിശദീകരിക്കൂ. ജനാധിപത്യം എന്ന നിർവചനത്തിൽ വെട്ടം ടെലിവിഷൻ നടത്തിയിട്ടുള്ള ഈ ഡിബേറ്റ് നമ്മുടെ ജനാധിപത്യത്തെ വളർത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. സ്വല്പം മാസങ്ങൾക്ക് മുമ്പാണ് ന്യൂയോർക്ക് സിറ്റി മേയർ തെരഞ്ഞെടുപ്പ് നടന്നത്. ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് നേതാവായ സഹ്റാൻ മംദാനി ജയിച്ച ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അമേരിക്കൻ ഭരണകൂടവും സയനിസ്റ്റ് ലോബികളും കോർപ്പറേറ്റ് മാധ്യമ ഭീമന്മാരും കഴിഞ്ഞ കാൽ ദശകങ്ങളായി ഈ രാജ്യത്ത്, ഈ ലോകത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള തീവ്രമായ ഇസ്ലാം വിരോധത്തിൻ്റെ, ഇസ്ലാമിക് ഫോബിക്കായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൻ്റെ പരാജയമായിരുന്നു. അതിനെ ആ ന്യൂയോർക്കിലെ ജനങ്ങൾ തള്ളിയതിൻ്റെ ഉദാഹരണമായിരുന്നു മംദാനിയുടെ വിജയം. ഏതു കാലത്തും ചവിട്ടിയരക്കപ്പെട്ടവർക്ക്, അരികു വൽക്കരിക്കപ്പെട്ടവർക്ക്, അടിസ്ഥാന വർഗത്തിന് ഒരു പുതിയ താരോദയമുണ്ടാകുമെന്ന്, ഒരു വിജയമുണ്ടാകുമെന്ന് തുടക്കത്തിൽ തന്നെ സൂചിപ്പിക്കുകയാണ്. കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ചെയ്തു പോരുന്നത്, സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ ഈ 10 വർഷമായി 9 വർഷമായി ചെയ്തു പോരുന്നതും ജനവഞ്ചനയാണ് എന്നുള്ള തിരിച്ചറിവ് സാധാരണ ജനങ്ങൾക്കിടയിലുണ്ട്. നമുക്കറിയാം, വാഗ്ദാനങ്ങളുടെ പെരുമഴ ഒഴുക്കിയിട്ടാണ് NDA ഗവൺമെൻറ് അധികാരത്തിൽ കയറിയത്. ഗ്യാസിന്, പാചകവാതക ഗ്യാസിന് 400 രൂപയാക്കുമെന്ന് പറഞ്ഞ് ഒരു ഗ്യാസ് സിലിണ്ടർ ആ തുകക്ക് വാങ്ങിയ ഒരാളെ നമുക്ക് കാണിച്ചു തരാൻ കഴിയുമോ? പെട്രോളിന് 50 രൂപയാക്കുമെന്ന് പറഞ്ഞ് 50 രൂപക്ക് പെട്രോൾ അടിച്ച ഒരു ഉപഭോക്താവിനെ നമുക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? 20 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ് ആ തൊഴിലവസരങ്ങളിലൂടെ ഒരാൾക്കെങ്കിലും തൊഴിൽ ലഭിച്ച ആളെ നമുക്ക് കാണിച്ചു തരാൻ കഴിയുമോ? സത്യത്തിൽ പട്ടാളത്തിൽ വരെ കരാർ അടിസ്ഥാനത്തിൽ ആളുകളെ നിയമിക്കുന്ന സംവിധാനമായി. വർഗീയത ഏതൊക്കെ രീതിയിൽ കുത്തി നിറക്കാൻ സാധിക്കുമോ ആ രീതിയിലെല്ലാം വർഗീയതയെ പ്രചരിപ്പിച്ച് നാട്ടിൽ വിവേചനമുണ്ടാക്കി ബ്രിട്ടീഷുകാർ ഇവിടെ ഉപേക്ഷിച്ച് പോവാത്ത ആ ഡിവൈഡ് ആൻഡ് റൂൾ അത് ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയല്ലേ? അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഈ ഫെഡറൽ സംവിധാനത്തിൽ വരുന്ന തകരാറുകൾ, താളപ്പിഴവുകൾ? എന്താണ് സംസ്ഥാന ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതേപോലെയുള്ള വാഗ്ദാനങ്ങളല്ലേ? ഈ പഞ്ചായത്ത് ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് ഇടതുപക്ഷം പ്രകടന പത്രിക പുറത്തിറക്കിയത്, അല്ലെങ്കിൽ അതിലേക്കുള്ള വാഗ്ദാനങ്ങൾ മുമ്പോട്ട് വെച്ചത്. 2020 2500 രൂപ സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുമെന്ന് പറഞ്ഞവർ
25 പറയുന്നു 2000 രൂപ നൽകുമെന്ന്. അന്ന് 2500 രൂപ നൽകിയതിൽ ബാക്കി വന്ന തുക എടുത്തിട്ടാണ് ഈ 2000 രൂപ നൽകുന്നത് എന്ന് സാധാരണക്കാർ സംശയിച്ചു പോകുന്നു. 20 ലക്ഷം പേർക്ക്, വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു പഠനാവശ്യത്തിന് വേണ്ടിയിട്ട്. വിദ്യാർത്ഥികളാണ് നമ്മുടെ സമ്പത്ത്. ആ വിദ്യാർത്ഥി സമൂഹത്തെ പാടെ വഞ്ചിച്ച സർക്കാരിൻ്റെ പേരല്ലേ ഇടതുപക്ഷം എന്ന് പറയുന്നത്? 87 രൂപക്ക് 1 കിലോ കോഴി ഇറച്ചി ലഭ്യമാക്കും എന്ന് പറഞ്ഞു. ആർക്കെങ്കിലും 1 കിലോ 87 രൂപക്ക് കോഴിയിറച്ചി കിട്ടിയിട്ടുണ്ടോ? PM ശ്രീ പദ്ധതിയെപ്പറ്റി ഇവിടെ പറഞ്ഞു. ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ ശക്തമായി എതിർക്കുന്നു എന്നിവിടെ സൂചിപ്പിച്ചു. അവർ തന്നെ പറയുന്നു PM ശ്രീ പദ്ധതിയെപ്പറ്റി. കേന്ദ്ര സർക്കാരിനെ ആസ്ഥാനത്തും മറ്റും വലിയ രീതിയിൽ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന സംവിധാനമല്ലേ കേരളത്തിലുള്ളത്? അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമല്ലേ PM ശ്രീ പദ്ധതി? പിന്നീട് മറിച്ചൊരു കത്ത് കേന്ദ്രത്തിന് അയച്ചിട്ടുണ്ട് എങ്കിലും എന്താണ് PM ശ്രീ പദ്ധതി വഴി ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചത്? എന്താണ് ദേശീയ വിദ്യാഭ്യാസ നയം? അതിൻ്റെ സിലബസിൽ എന്താണ് പറയുന്നത്? ഇതൊന്നും തിരിച്ചറിയാത്തവരാണോ കേരളത്തിലെ ഇടതുപക്ഷം? ഷാജഹാൻ ചക്രവർത്തി, മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തൻ്റെ പ്രിയതമ അകാലത്തിൽ മരിച്ചതിനെ തുടർന്ന് ആ ഓർമ്മകൾ കാലാതീതമായി നിലനിൽക്കണമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൻ്റെ പേരിൽ സ്ഥാപിച്ച മാർബിൾ കൊട്ടാരമാണ് യമുനാ തീരത്തുള്ള താജ്മഹൽ. ആ താജ്മഹലിനെ തേജോമഹലാക്കാൻ, ആ തേജോമഹലാണ് എന്ന് പറയുന്ന വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ഈ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ എങ്ങനെയാണ് CPM-ന് സാധിച്ചത്? കുതുബുദ്ദീൻ ഐബക്ക് പണിത, സമുദ്രഗുപ്തൻ കുതുബുദ്ദീൻ ഐബക്ക് പണിത നമ്മുടെ ഡൽഹിയിലെ കുത്തബ് മിനാർ, സമുദ്രഗുപ്തൻ പണിത വിഷ്ണുസ്തംഭ ക്ഷേത്രമാണ് എന്ന് പഠിപ്പിക്കുന്ന പാഠ്യപദ്ധതിയെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് വലിച്ചിഴക്കിയതാരാണ്? കൊണ്ടുവരാൻ ശ്രമിച്ചതാരാണ്? ഏറ്റവും അവസാനം അഭ്യസ്തവിദ്യരായ ആളുകളുടെ ഇടയിൽ സ്വാധീനം ചെലുത്താൻ വിദ്യാഭ്യാസത്തെ, ചരിത്രത്തെ കാവ്യവൽക്കരിക്കണമെന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് RSS ബുദ്ധി കേന്ദ്രങ്ങൾ പണിത, RSS ബുദ്ധി കേന്ദ്രങ്ങൾ എടുത്തു വെച്ച പല കാര്യങ്ങളും ഇതിലൂടെ വരുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒരു ഉദാഹരണം കൂടി പറയാം. റൈറ്റ് സഹോദരന്മാരാണ് വിമാനം കണ്ടുപിടിച്ചത് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ ഈ സിലബസ് പ്രകാരം കേരളത്തിലെ വിദ്യാർത്ഥികൾ പഠിക്കാൻ പോയിരുന്നത് പുഷ്പക വിമാനമാണത്രേ ലോകത്തെ ആദ്യമ വിമാനമെന്ന്. ഈ രീതിയിലാണ് കാര്യങ്ങൾ. CPM-ഉം BJP-യും LDF-ഉം NDA-യും ഒരു വ്യത്യാസവുമില്ലാതെ ഈ ജനതയെ പ്രയാസപ്പെടുത്തുകയാണ്. ഇതിനെതിരെയുള്ള ശക്തമായ താക്കീത് ജനകീയ രീതിയിൽ ഉയർന്നു വരും. അതിൻ്റെ ഫലം UDF-ന് അനുകൂലമായി ഈ തെരഞ്ഞെടുപ്പിൽ ഭവിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച പ്രതീക്ഷ. നിലപാടുകൾ വിശദീകരിച്ചിരിക്കുന്നു UDF-ന്റെ പ്രതിനിധി മുഹസിൻ ബാബു. കേന്ദ്രം ഭരിക്കുന്ന ഭരണാധികാരികളുടെ ദുർഭരണങ്ങളുടെ മറ്റൊരു പതിപ്പായി കേരളവും മാറിയിരിക്കുന്നു. ബദൽ ഭരണമെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി തന്നെ അവരുടെ നയങ്ങളെ, കേന്ദ്രം ഭരിക്കുന്ന NDA സർക്കാരിൻ്റെ നയങ്ങളെ പലപ്പോഴും പകർത്തിയെടുക്കാനാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും ശ്രമിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത്. അടുത്ത ഊഴം NDA-യുടെ പ്രതിനിധി ഗീതാ മാധവൻ്റേതാണ്. മാഡം പറയൂ, എന്താണ് ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായ വിമർശനങ്ങളാണ് ഇരു കൂട്ടരും ഉന്നയിച്ചിട്ടുള്ളത്. സംസ്ഥാന രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൂട്ടിയിരുത്തിക്കൊണ്ട് തങ്ങളുടെ നിലപാടുകൾ പെട്ടെന്ന് വിശദീകരിക്കൂ. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ സന്നിഹിതരായിട്ടുള്ള എൻ്റെ മുന്നിലിരിക്കുന്ന സഹപ്രവർത്തകരെ നമസ്കാരം. ഇന്ന് ഈ ചർച്ചയിൽ ആദ്യം എൻ്റെ തന്നെ പഞ്ചായത്തായ താനോളൂർ പഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷൻ അബ്ദുൾ റസാഖ് പറഞ്ഞ കാര്യമാണ് എൻ്റെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുന്നത്. എന്താണ് പ്രധാനമന്ത്രി ഇന്ത്യ ഭരിച്ചതിന് ശേഷം ഇവിടെ സാധാരണക്കാരന് നേരിട്ട പ്രശ്നം എന്താണ്?
ഞാനൊന്ന് ചോദിക്കട്ടെ, കേരളത്തിൽ കാലാകാലം ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ NDA സഖ്യം ഭരിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ ഇടതും വലതും മാറി മാറി ഭരിച്ചതല്ലേ ഇവിടെ? അന്നത്തെ കേരളമാണോ ഇപ്പോൾ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി RSSൽ കൂടി വളർന്നു വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് എന്നതാണ് ഇവിടെ പ്രശ്നം. രാഷ്ട്രീയ സ്വയം സേവാ സംഘം എന്ന് പറയുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു സംഘടനയാണ്. ആ സംഘടനയിൽ കൂടി വളർന്നു വന്ന ഇന്ത്യ മാത്രമല്ല, പുറം രാജ്യങ്ങൾ പോലും, ഈ പറയുന്ന സഹോദരന്മാർ, നമ്മുടെയൊക്കെ സഹോദരങ്ങൾ പോകുന്ന അറബ് രാജ്യങ്ങൾ പോലും ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പ്രധാനമന്ത്രി എന്ന് പറയുന്ന നമ്മുടെ മോദിജി ഇന്ത്യ ഭരിക്കുമ്പോൾ ഇവിടെ ഫെഡറലിസം അല്ലെങ്കിൽ എന്തൊക്കെയോ തകർന്നു എന്ന് നമ്മുടെ റസാഖ് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ ഏറ്റവും ഭീകരമായ ഒരവസ്ഥ പിന്നിട്ട് പോകുന്നവരാണല്ലോ കോവിഡ്. ആ കോവിഡ് കാലത്ത് എന്തായിരുന്നു നമ്മുടെയൊക്കെ അവസ്ഥ? കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വന്നപ്പോൾ തികച്ചും കേരളമല്ല എല്ലാ സംസ്ഥാനങ്ങളും ഒന്ന് പകച്ചുപോയി. ആ പകച്ചു നിൽക്കിൽ നിന്നും സാധാരണക്കാരനെ കൈപിടിച്ചുയർത്താൻ വേണ്ടി നമ്മുടെ സർക്കാർ ചെയ്ത അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ചെയ്ത പദ്ധതി എന്താ എൻ്റെ റസാഖങ്ങ് മറന്നുപോയത്? ഇവിടെ ഒരു PP കിറ്റ് വാങ്ങാൻ സാധാരണക്കാരൻ പോകുമ്പോൾ അതിന് യഥേഷ്ടം 800, 850, 1300 ഒക്കെ സംസ്ഥാന സർക്കാർ അവരുടെ ഇഷ്ടം പോലെ വില നിശ്ചയിച്ചപ്പോൾ സാധാരണക്കാരന് സൗജന്യമായി PP കിറ്റ് കൊടുത്തുകൊണ്ട് സൗജന്യമായി ഒരു വാക്സിൻ എടുക്കണമെങ്കിൽ 350 രൂപ വേണമെന്ന് പറഞ്ഞ് സാധാരണക്കാരനെ പിഴിഞ്ഞ സർക്കാരാണ് ഈ കേരളത്തിലെ സർക്കാർ. നിങ്ങൾക്കറിയാം, ഞാനും 3 വാക്സിനും എടുത്ത വ്യക്തിയാണ്. സാധാരണക്കാരൻ്റെ കയ്യിൽ ഒതുങ്ങാത്ത ഒരു തുക പറഞ്ഞപ്പോൾ കേന്ദ്രം അത് കണ്ടുകൊണ്ട് സാധാരണ എല്ലാ ജനങ്ങൾക്കും അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ നേരിടാതെ എല്ലാവർക്കും സൗജന്യമായി വാക്സിൻ കൊടുക്കാൻ അത് സ്വന്തമായി നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിനെ പിടിച്ചു നിർത്താൻ മറ്റൊരാൾക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യം നിങ്ങൾ മറന്നുപോയി. ആ ഒരു മഹാമാരിയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റപ്പോഴാണ് നിങ്ങൾ അതിന് മുൻപുണ്ടായ ഒരു സംരംഭമുണ്ട് ഇവിടെ. കുഞ്ഞുകുട്ടി പരാധീനങ്ങളെ ഒക്കത്തെടുത്ത് വെച്ചുകൊണ്ട് പൗരത്വ ബില്ലിനെതിരെ തെരുവീഥികളിൽ സ്ത്രീകളെ പോലും നിർത്തിക്കൊണ്ട് നിങ്ങൾ ജാഥകളും പ്രകടനങ്ങളും നടത്തിയ ആ ചരിത്രം ഞങ്ങളാരും മറന്നിട്ടില്ല. പ്രിയ സഹോദര, എന്താണ് പൗരത്വ ബില്ല്? നിങ്ങളതിനെക്കുറിച്ചൊന്ന് പഠിച്ചോ? ആ പൗരത്വ ബില്ല് പഠിച്ച് വരുമ്പോഴാണ് ഇവിടെ കോവിഡ് വന്നത്. ഒരു വികസനം അല്ലെങ്കിൽ ഒരു നിയമം അത് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ തന്നെ അതിനെ അതിൻ്റെ അകവും പുറവും ചികയാതെ അല്ലെങ്കിൽ അതിനെ നഖശികാന്തം എതിർക്കുന്ന ഈ ഏർപ്പാടൊന്ന് നിർത്തണം. പൗരത്വ ബില്ല് പഠിച്ചു വന്നപ്പോഴാണ് പല മുസ്ലിം സഹോദരന്മാർക്കും എന്നോട് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി അബദ്ധമായി പോയി, ഞങ്ങൾ അന്ന് സമരം ചെയ്തത് അബദ്ധമായി പോയി. നിങ്ങൾക്കറിയാമോ, മോദി ഭരിച്ചതിന് ശേഷം ഇവിടെ ഏത് മുസൽമാന് അല്ലെങ്കിൽ ഏത് പിന്നോക്ക വിഭാഗത്തിന് എന്ത് സംഭവിച്ചു എന്നാണ് എൻ്റെ റസാഖെ നിങ്ങൾ പറഞ്ഞത്? ഇവിടെ അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗം എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങൾ ആരടിച്ചമർത്തിപ്പെട്ടു? പാവപ്പെട്ട സഹോദരന്മാരുടെ അടുത്ത് പോയി ആധാർ കാർഡ് വരെ ശേഖരിച്ചുകൊണ്ട് നമ്മൾ പാകിസ്ഥാനിലേക്ക് പോകാൻ പോവുകയാണെന്ന് പറഞ്ഞ നിങ്ങൾ ഇന്ന് ആ സഹോദരങ്ങൾക്ക് ഇവിടെ തന്നെ ഉണ്ട്. എന്താണ് പൗരത്വ ബില്ലെന്ന് നിങ്ങൾ പഠിക്കണം. 100% സാക്ഷരത കൈവരിച്ചുവെന്ന് വീമ്പിളക്കുന്ന നമ്മൾ എന്നും എഴുത്തും വായനയും അറിയാത്ത ആയിരക്കണക്കിന് സഹോദരങ്ങളുള്ള നമ്മുടെ സംസ്ഥാനം, അവിടെ പൗരത്വ ബില്ല് എന്താണെന്ന് എൻ്റെ സഹോദരങ്ങൾ പഠിച്ചുകൊണ്ട് വേണം ഇതേമാതിരി ചർച്ചയിൽ പങ്കെടുക്കാൻ. പിന്നെ SIRനെ കുറിച്ച് പറഞ്ഞു. SIR രജിസ്ട്രേഷൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ബംഗാളികളെയും മറ്റുള്ളവരെയും കാണാനില്ല എന്ന് ഞാനല്ല പറഞ്ഞത്, ഇവിടുത്തെ പത്രമാധ്യമങ്ങളാണ്. ഇവിടെ വോട്ടുകൾ ചെയ്യുമ്പോൾ പരേതൻ വരെ വോട്ട് ചെയ്തിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. എനിക്കും നിങ്ങൾക്കും അറിയാം, മരിച്ചുപോയവർ പല ബൂത്തിലായിട്ട് 2-3 പ്രാവശ്യം വോട്ട് ചെയ്യുന്ന കഥ. അതിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ ജീവിച്ചിരിക്കുന്നവർ വോട്ടവകാശമുള്ളവർ വേണം വോട്ട് ചെയ്യാൻ എന്ന് കണക്കാക്കിക്കൊണ്ടാണ് SIR കൊണ്ടുവന്നത്. ഇന്നും SIRൻ്റെ രജിസ്ട്രേഷൻ പൂർത്തിയായിട്ടില്ല. നമ്മളാരും കൊടുത്തിട്ടില്ല, ഇപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അതെന്തായാലും പൂർത്തിയാവട്ടെ. മൂന്നാമതൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഞാനും നിങ്ങളുമൊക്കെ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ പോകാറുണ്ടല്ലോ. എല്ലാ റെയിൽവേ സ്റ്റേഷനിലും പോകുന്നു. വെള്ളക്കാരൻ അവൻ ഉപേക്ഷിച്ച് പോയ നമ്മുടെ ഇന്ത്യയെ അല്ലെങ്കിൽ നമ്മുടെ മലബാർ പോലെയുള്ള പരിസര പ്രദേശത്ത് ഒരു ദിവസം രാവിലെ ആ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കുമായിരുന്നു. ഇന്നെന്താ സഹോദരങ്ങളെ, ഈ അടുത്ത സമയത്ത് ഞങ്ങളുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് കൊടുക്കാൻ വേണ്ടി എൻ്റെ റെസിപ്റ്റ് ബുക്കുമായിട്ട് ഞാൻ ട്രെയിനിൽ കയറി. അവിടെ സഹോദരിമാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു മുസ്ലിം കോളേജ് ഒരു മെമ്പർഷിപ്പ് എടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, ചേച്ചി ഭാരതീയ ജനതാ പാർട്ടിക്കാണെങ്കിൽ തരൂ, ഞങ്ങളെടുക്കാം. എന്തുകൊണ്ട്? അവർ ദിവസേന യാത്ര ചെയ്യുമ്പോൾ ട്രെയിനിൽ കിട്ടുന്ന നല്ല വൃത്തിയുള്ള അന്തരീക്ഷം,
ഓരോ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴും അമൃത് ഭാരത് പദ്ധതിയിൽ കൂടി നമ്മുടെ കേരളത്തിൽ മാത്രം 28ഓളം റെയിൽവേ സ്റ്റേഷൻ ഇന്ന് സൂപ്പറായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളും ഞാനും അതിൻ്റെ ഗുണം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാനൊക്കെ തിരുവനന്തപുരത്ത് പോയാൽ അവിടെ ക്ലോക്ക് റൂമിൽ സാധനം ഏൽപ്പിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയി നമ്മുടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിച്ച് കുളിച്ച് സുഖമായി ലോഡ്ജുകാർക്ക് പൈസ കൊടുക്കാതെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നു. പിന്നെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ കേരളത്തിൽ ആർക്കാണ് ജാതിയും മതവും പറഞ്ഞ് വികസനം കൊടുത്തത്? പറയുമ്പോൾ എൻ്റെ സഹോദര മനസാക്ഷിക്കുത്ത് എന്നൊന്ന് വേണം. നമുക്കറിയാം, റേഷൻ കടയിൽ പോയാൽ പ്രധാനമന്ത്രിയുടെ അരി എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് മറച്ചു വയ്ക്കാൻ താല്പര്യം കാണിക്കുന്ന എൻ്റെ സഹോദരന്മാരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കോവിഡ് കാലത്ത് നേരത്തിൽ പോലും അരി കിടന്നിരുന്നു. നമ്മുടെ സഹോദരങ്ങൾക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടിയിരുന്നു. PM ശ്രീ പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ സർവശിക്ഷാ അഭിയാൻ ഫണ്ട് കൊണ്ടുവന്നപ്പോൾ 2 കൈയും നീട്ടി സ്വീകരിച്ചവരല്ലേ നിങ്ങൾ? അന്ന് മുതലല്ലേ സാധാരണക്കാരൻ്റെ മക്കൾ പഠിച്ചിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹൈടെക് ആയി കൊണ്ടിരുന്നത്? എന്നിട്ട് ഇന്ന് ആ പദ്ധതിയെക്കുറിച്ച് നാണമില്ലാതെ പറയുമ്പോൾ അല്പമൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കണം. എന്താണ് കേന്ദ്ര ഗവൺമെന്റ് ജാതിയും മതവും തിരിച്ചു കൊടുത്തത്? ഇന്ന് വിദേശ രാജ്യങ്ങളെ പോലും അമ്പരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സാമ്പത്തികമായി 4ാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി NDA സഖ്യം ഇന്ത്യ ഭരിക്കുന്നത് കൊണ്ടാണ് എന്നാലോചിച്ചു കൊണ്ട് വേണം ഇവിടെ നിങ്ങൾ നിൽക്കാൻ. NDAയുടെ പ്രതിനിധി നിലപാടുകൾ കൃത്യമായി വിശദീകരിച്ചിരിക്കുന്നു. കേന്ദ്രം ഭരിക്കുന്ന NDA മുന്നണി സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളെ അവർ പ്രതിരോധിക്കുകയാണ്. ജാതിരഹിതമായി ജാതി വിവേചനം കാണിക്കാതെ, മതവിവേചനം കാണിക്കാതെ എല്ലാവർക്കും തുല്യനീതി ഉറപ്പുവരുത്തുവാനും രാജ്യത്തിന്റെ വികസനം ഉറപ്പുവരുത്തുവാനുമാണ് മോദി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ശ്രമിക്കുന്നതെന്ന് അവർ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി ചോദ്യങ്ങളുടെ സെഗ്മെന്റാണ്. ആദ്യമായി V. അബ്ദുറസാഖ്, LDFിന്റെ പ്രതിനിധി. അദ്ദേഹം പ്രതിപാദിച്ച വിഷയങ്ങളെക്കുറിച്ച് UDFിന്റെയും NDAയുടെ പ്രതിനിധികൾക്ക് ചോദിക്കാനുള്ള അവസരമാണ്. ഒരു മുന്നണിയിൽ നിന്ന് 2 പേർക്കാണ് ചോദിക്കാൻ കഴിയുക. ഒരു ചോദ്യമാണ്. നേരിട്ട് ചോദ്യത്തിലേക്ക് കിടക്കണം. ആദ്യം UDFിന്റെ പ്രതിനിധികൾ ചോദ്യം. ഇവിടെ LDFിന്റെ പ്രതിനിധി പറഞ്ഞപ്പോൾ തന്നെ അവർ സൂചിപ്പിച്ചു PM ശ്രീയെ പറ്റി. സ്വന്തം മുന്നണിയിലുള്ള CPIയെ പോലും വിശ്വാസത്തിലെടുക്കാൻ കഴിയാതെയാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ആ പദ്ധതി പാസ്സാക്കിയത് എന്നാണ് ഇതുവരെയുള്ള എൻ്റെ അറിവ്. അത് ഇപ്പോഴും CPIനെ അതിൽ ആ കാര്യം ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞോ? എന്താണ് PM ശ്രീ പദ്ധതി വന്നപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതേപോലെ അതിനോടൊരു ഉപചോദ്യമായിട്ടൊരു കാര്യം കൂടി, നമ്മൾ താന്നാളൂർ പഞ്ചായത്താണ് ആദ്യമായി ന്യൂട്രൽ ജെൻഡർ എന്ന് പറയുന്ന ആ ഒരു സംവിധാനം കേരളത്തിൽ നടപ്പാക്കാൻ തയ്യാറായ പഞ്ചായത്ത് എന്നുകൂടി പറയുകയുണ്ടായി. ഈ 2 കാര്യത്തിലും LDF പ്രതിനിധിയുടെ ഒരു വിശദീകരണം. PMCയുമായി ബന്ധപ്പെട്ട നിലപാട്, പിന്നെ ഉപചോദ്യത്തിനുള്ള ഉത്തരം പെട്ടെന്ന്. ഇതിൽ വളരെ കൃത്യമാണല്ലോ. PM ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യം ഇതിനകം നല്ലതുപോലെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നമ്മുടെ നാട്ടിലെ പദ്ധതികൾ തകർക്കുന്നതിന് വേണ്ടി, പാവപ്പെട്ടവൻ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ തകർക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെ ചെറുക്കുന്നതിനുള്ള ചില നിലപാടുകളാണ് സ്വീകരിച്ചത്. വളരെ കൃത്യമായി മുന്നണിയും പാർട്ടിയും അതിനകത്ത് ഇടപെടുകയും അതിൻ്റേതായ രീതിയിൽ തന്നെ അതിനെ കാണുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാം CPI എന്നല്ല സുഹൃത്തെ, ഞാൻ പറഞ്ഞല്ല നിങ്ങളുടെ മുന്നണിക്കകത്തുള്ള ഒരിടച്ചിലും പുറത്തില്ല. വെറുതെ എന്തിനാ നമ്മളത് പറയുന്നത്? വളരെ കൃത്യമായി ചർച്ച ചെയ്തതൊക്കെ നടപ്പിലാക്കുന്നുള്ളൂ. അതിൻ്റെതായ രീതിയിൽ ഇടപെട്ടുണ്ട്. പിന്നെ മറ്റൊരു ചോദ്യം ചോദിച്ചു, ഒരു പിടുത്തം കിട്ടിയില്ല. അല്ല, ഒരു മിനിറ്റ്. ഈ PMCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഇടതുപക്ഷത്തിന്റെ നിലപാട് എന്താണ്? PMCയിൽ ഒപ്പുവെക്കുന്നുണ്ടോ? അല്ല, അതിലൊരു പ്രധാന വിഷയം എന്താ വെച്ചാൽ വളരെ കൃത്യമായിട്ട് തന്നെ സംസ്ഥാന തലത്തിൽ പറഞ്ഞിട്ടുണ്ട്. PM ശ്രീയിൽ ഒപ്പുവെക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് എന്ത് പ്രസക്തിയുള്ളത്? വളരെ കൃത്യമായി ഞങ്ങളതിൻ്റെ നിലപാട് പറഞ്ഞിട്ടില്ലേ? കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന ഒരു നിലപാടും കേരളത്തിലേക്ക് കൊണ്ടുവരില്ല. ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട മുഹ്സിൻ ബാബു സൂചിപ്പിച്ചതുപോലുള്ള ഒരു സംവിധാനം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നില്ല. അത്തരം ഒരു വിദ്യാഭ്യാസ നയവും കേരളത്തിൽ നടപ്പിലാക്കില്ല. ക്ലിയർ ആണ്. അടുത്ത ചോദ്യം ഒന്ന് ക്ലാരിറ്റിക്ക് വേണ്ടി ഒന്നുകൂടി കൃത്യമായി ചോദിക്കണം. ന്യൂട്രൽ ജെൻഡർ എന്ന് പറയുന്ന ഒരു സംവിധാനം സ്കൂളുകളിലൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി LDF സർക്കാർ തീരുമാനിച്ചിരുന്നല്ലോ. അതിൻ്റെ ചർച്ചകളൊക്കെ നമ്മളെ പഞ്ചായത്തിൽ നടന്നിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് ഇപ്പോഴത്തെ നിലപാടെന്ന് ചോദിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മനസ്സിലാക്കാത്തൊരു കാര്യം, കേരളത്തിൽ താനാളൂർ പഞ്ചായത്തിൽ മാത്രമല്ല എല്ലാ പഞ്ചായത്തുകളിലും വ്യത്യസ്ത പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയും വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെയും വിളിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്താ സംശയം? താനാളൂരത്തെ മാത്രം പ്രശ്നമല്ല, ഒരു പദ്ധതി. അതാണ് കേരള സർക്കാരിൻ്റെ പ്രത്യേകത. കേരളത്തിൽ ഒരു പരിപാടി നടക്കുമ്പോൾ ഒറ്റയടിക്ക് തീരുമാനമെടുക്കുന്ന ഒരു മുന്നണിയോ ഒരു ഗവൺമെൻറ്റോ അല്ല. ആ നാട്ടിലെ നാനാവിഭാഗം ജനങ്ങളുമായി ആവശ്യമായ രീതിയിലുള്ള ചർച്ചകൾ നടത്തി അതിൻ്റെ പോസിറ്റിവിറ്റി മനസ്സിലാക്കി അത് മാത്രമേ നടപ്പിലാക്കുള്ളൂ.
അല്ലാതെ മറ്റു രീതിയിൽ ചെയ്യുന്ന ഗവൺമെന്റ് അല്ലേ കേരളത്തിലുള്ളത്. ഓക്കെ, ക്ലിയർ. റസാഖിനോടുള്ള രണ്ടാമത്തെ ചോദ്യം UDFന്റെ പ്രതിനിധികൾക്കാണ്. ഇപ്പോൾ ഇവിടെ CPM-ൻ്റെ പ്രതിനിധി SIR-നെ കുറിച്ചൊക്കെ വലിയ വാചാലനായി സംസാരിക്കുന്നത് കേട്ടു. ഈ SIR-നെതിരെ കേരളത്തിന് പുറത്തുള്ള BJP ഇതര മുഖ്യമന്ത്രിമാരൊക്കെ വലിയ രീതിയിൽ ശക്തമായ നിലപാടുമായി നിയമ പോരാട്ടവും മറ്റുമൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ പിണറായി വിജയൻ ഈ SIR-ന് കേന്ദ്രം എന്തൊക്കെ പദ്ധതികൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നാലും അതിനെയൊക്കെ സുസ്വാഗതം ചെയ്തുകൊണ്ട് ഡൽഹിയിൽ പോയി കൈ കൊടുത്തുകൊണ്ട് ഈ കേരളത്തെ ഒറ്റുകൊടുക്കുന്ന സമീപനമാണ് ഓരോ വിഷയത്തിലും കൈക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ SIR-മായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുസ്ലിം ലീഗ് അടക്കമുള്ള കോൺഗ്രസ് KPCC ഒക്കെ സുപ്രീം കോടതിയിൽ അതിന് അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്, കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാട് ഈ വിഷയത്തിലും ഇല്ല എന്നതല്ലേ അത് ചൂണ്ടിക്കാണിക്കുന്നത്? പ്രിയപ്പെട്ട UDFന്റെ പ്രതിനിധി എവിടെ നോക്കിയത് പറയുന്നറിയില്ല. ആരാ ആദ്യം കോടതിയിൽ പോയത്? കേരളത്തിലെ ഗവൺമെന്റ് അല്ലേ? കേരളത്തിലെ മുഖ്യമന്ത്രി കോടതിയിൽ പോയിട്ടില്ലേ? ഏത് കേന്ദ്ര പദ്ധതിയാണ് കേരളത്തിൽ കൊണ്ടുവന്നത്? അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാന്നുള്ളത് ഇതിൽ നിന്നുള്ളൂ. എന്ത് കേന്ദ്ര പദ്ധതിയാണ് കേരളത്തിൽ കൊണ്ടുവന്നത്? മറ്റു സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാർ നടപ്പിലാക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടോ? 5 ലക്ഷത്തിലധികം പേർക്ക് ലൈഫ് ഭവനം കൊടുത്തപ്പോൾ മോദിയുടെ ചിത്രം വെച്ചാൽ കാശ് തരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരും വാങ്ങിയിട്ടില്ലല്ലോ. അപ്പം അത്തരത്തിൽ ഒന്നും തന്നെ കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നില്ല. കേരളത്തിലെ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിക്കനുസരിച്ച് കേരളത്തിലെ മുന്നണിയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ആഗ്രഹത്തിനനുസരിച്ചുള്ള പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കൂ. അങ്ങനെ കേന്ദ്രത്തിന് മുന്നിൽ മുട്ടുമടക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ തലക്ക് വിലയിട്ട ആളുകളാണ് രാജ്യം ഭരിക്കുന്നത്. വേറൊരാളെ പറ്റിയിട്ട് ഒരു കോഴിക്കുട്ടിന്റെ വില പോലും കണ്ടിട്ടില്ലല്ലോ. സഖാവ് പിണറായി വിജയന്റെ തലക്ക് വിലട്ടവരല്ലേ ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത്. ഓക്കെ, നിലപാട് ക്ലിയർ ആണ്. NDA പ്രതിനിധികൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ റസാഖിനോട്? ഇവിടെ ഒരു ദുരന്തത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വയനാടൻ. അപ്പോൾ അവിടെ എന്ത് ചെയ്തു എന്നാണ് കേന്ദ്ര സർക്കാർ ചെയ്തു എന്നാണ്, അതിനെ ഒന്ന് തെളിച്ച് പറയായിരുന്നു. കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്നും ചെയ്തില്ല എന്നുള്ളത് വ്യക്തമാക്കണമെന്ന്. അല്ല, അതന്നെയല്ലേ സത്യം. അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞ ഒന്ന് തന്നെയാണ്. കേന്ദ്രം ഒന്നും ചെയ്തിട്ടില്ല. കേന്ദ്രത്തിൽ നിന്ന് വണ്ടി വിളിച്ചു തന്ന കാശ് സംസ്ഥാനത്തിനോട് കൊടുക്കണമെന്ന് പറഞ്ഞു. അവസാനം കോടതി പറഞ്ഞു അതെങ്കിലും ഒന്നോട്ട് ഒഴിവാക്കി കൊടുത്താളിന്ന്. ഇതല്ല യഥാർത്ഥത്തിലുണ്ടായത്. ഒന്നും ചെയ്തിട്ടില്ല. യെസ്, ആദ്യമായി ഇനി അടുത്തതായി നമ്മുടെ പിന്നെ റസാഖിനോടുള്ള ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ശ്രീ മുഹസിൻ ബാബു UDFന്റെ പ്രതിനിധി, അദ്ദേഹം വിശദീകരിച്ച നിലപാടുകളോട് ഉള്ള ചോദ്യങ്ങളാണ് LDFന്റെ പ്രതിനിധികൾക്കാണ് ചോദിക്കാനുള്ളത്. മുഹസിൻ ബാബുവിനോട് ചോദിക്കാനുള്ള ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ.